എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവിടെ ഒരാൾ കണ്ടോ, ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞാവയ്ക്കും എനിക്കും. അപ്പം ഇവിടെ ആരും ഇല്ല, ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. നമുക്ക് 8 മാസം തുടങ്ങി, അടുത്ത് 5-ാം തീയതി വന്ന 9 ഡെലിവറി ഡേറ്റ് അടുക്കുകയാണ്. ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല, ആ മൊത്തം കുഴഞ്ഞിരിക്കുവാണ്. ഇവിടെ എല്ലാ കാര്യം ഇതാണ്, എൻ്റെ ഏട്ടനാണ് നോക്കുന്നത്. സത്യം പറഞ്ഞ് ഇപ്പം എൻ്റെ അമ്മയായി. നമുക്ക് കാണാം കണ്ടോ എന്തായിട്ടാ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണം. അത് വെറൈറ്റി രീതിയിൽ, ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന രീതി കാര്യങ്ങളൊന്നും അല്ല. മൊത്തത്തിലൊരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണം. അത് ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ്. നമുക്കത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നേരത്ത് കാണാം. ഓക്കെ, നല്ല മഴ വരുവാ കേട്ടോ, അരച്ചിട്ടങ്ങ്. നമ്മള് ഫസ്റ്റ് ഇടുന്ന മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ തുടങ്ങിയപ്പോൾ തുമ്മി. അടുത്തത് കുറച്ച് മല്ലിപ്പൊടി എന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. പിന്നെ ബാക്കിയുള്ളത് മുളക് പൊടി നമുക്കൊരു ടീസ്പൂൺ എടുക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്. അത്യാവശ്യം 1 സ്പൂണ്. കളർ വേണോ 40 ഉള്ളവർ കുറച്ചുകൂടി യൂസ് ചെയ്യാം, അത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ 1 സ്പൂൺ ഗരം മസാലയാണ് നമ്മളിടുന്നത്. ഗരം മസാല അത് ഒരു ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മതി. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടി, അതായത് നല്ല നാടൻ കുരുമുളക് പൊടി, കുരുമുളക് പൊടിച്ചെടുത്താണ്. അതാണ് മെയിനായിട്ട് വരുന്നത്. അതൊരു 1/2 ടീസ്പൂൺ, അര മതി, അത്രയും മതി. പൊടികളൊക്കെ കഴിഞ്ഞു നമ്മൾക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക. ആയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ടിയെടുക്കുന്നു. ചപ്പാത്തി ഇങ്ങനെ നീളക്കനെ കട്ട് ചെയ്ത് അതൊരു നൂഡിൽസിൻ്റെ പരുവത്തിൽ നീളാകും. അതിനെടുത്ത് അതിലോട്ട് ഇടുക. ഒത്തിരി ചപ്പാത്തി വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് എത്രയും 5 ചപ്പാത്തി ഒരുമിച്ച് എടുത്തോണ്ടോ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ നീളത്തിന്. നല്ല രസമല്ലേ? ഇട്ട് നമ്മള് ഇതങ്ങ് ഇട്ടു, ചേട്ടായി അതങ്ങ് ഇട്ട്. ഇനി അതിനകത്ത് നമ്മള് കുറച്ച് സോസ് ആഡ് ചെയ്യാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ലൈറ്റ് ഒരു പുളിപ്പിനും ഒരു ചെറിയ മധുരത്തിന്. നല്ല കുക്കിങ് ചെയ്യും കേട്ടോ ചേട്ടൻ. മസ്കറ്റിലിരിക്കുമ്പോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ചപ്പാത്തി ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നല്ലപോലെ എല്ലായിടത്തും മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് ആവി കയറ്റുക.
അല്ലേ ഏട്ടാ? ഇല്ല, ആവിയൊന്നും കേട്ടണ്ട. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ പിന്നെ കഴിക്കാൻ റെഡിയായി. പിന്നെ ആണോ? ഇതിൽ കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലേ? ഒന്നും വേണ്ട, മതി, കഴിഞ്ഞു. നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഐഷു കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട്? എരിവൊക്കെ ഉണ്ടോ? പെപ്പറിന്റെ അരിയാണ്. കുറച്ച് മധുരം നന്നായിട്ടുണ്ട്. ഇഷ്ടമായി കേട്ടോ. നല്ല സ്പൈസി ഉണ്ട്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൊള്ളാം. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. അച്ഛനും വലിയ ഫുഡ് പ്രാണന. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലോണം കഴിക്കും. എന്നും ചോറ് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഒരു കൊച്ചു ഫുഡ് ഐറ്റംസ് ആണിത്. ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഇടുന്നത് തോന്നുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ഇത് ഞങ്ങളുടെ മോനെ കുഞ്ഞൊരു വ്ളോഗ്, കൊച്ചു വ്ളോഗാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഈ കൺസ്യൂം ടൈമിലൊക്കെ ഇങ്ങനത്തെ സ്പൈസി കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ സഹോദരന്മാർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.